എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് രാജേഷ് എന്നാണ്, ഇൻസൈറ്റിലെ ഫിസിക്സ് അധ്യാപകനാണ്. അപ്പോൾ +1 സയൻസ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പല പല ആഗ്രഹങ്ങളുണ്ടായിരുന്നിരിക്കാം. SSLCയുടെ മാർക്ക് വെച്ചിട്ട് എനിക്കൊരു ഡോക്ടറാവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണം, അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം മിക്കവരും സയൻസ് എടുത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അല്ലാത്തവരടുത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഞാൻ ലൈവ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് ഈ കാര്യം, എന്നാലും ഞാൻ ഒന്നുകൂടി പറയുന്നു. നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സയൻസ് തന്നെ പഠിക്കണം. അല്ലാത്ത കുട്ടികൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക, നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. അല്ലാത്തവർ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വേറെ ബ്രാഞ്ചിലേക്ക് മാറുക. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസാണ്. SSLCയുടെ ഫൈനൽ മാർക്ക് വെച്ച് ഒരു കുട്ടിയെ ഒരിക്കലും ഞാൻ വിലയിരുത്തുന്നില്ല. ഫൈനൽ മാർക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരാൾക്ക് ഫുൾ A+, ഒരാൾക്ക് 5A+. ഞാൻ ഒരു വ്യത്യാസവും ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ കാണുന്നില്ല. പക്ഷെ നിങ്ങളെ വിലയിരുത്തുക. നിങ്ങൾക്കറിയാം ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണോ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന 3 സബ്ജക്റ്റുകൾ, എങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു കോഴ്സാണ് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് സിലബസിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, +1ൻ്റെ മാർക്കും +2ൻ്റെ മാർക്കും കമ്പൈൻ ചെയ്താണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് 2 വർഷത്തെ റിസൾട്ടായിട്ടാണ് കിട്ടുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ 3 വർഷം പഠിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ആ 3 വർഷത്തെ മാർക്കെല്ലാം അതിൽ കാണും. അതേപോലെ തന്നെയാണ് +1, +2 ആക്കിയിരിക്കുന്നത്. മുമ്പ് +1 1, +2 2 ആയിരുന്നു. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 2 കൂടി ചേർന്ന് ടോട്ടൽ മാർക്കാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ അർത്ഥം +1, +2 ഒരു കോഴ്സാണ് എന്നർത്ഥം. പ്രീ ഡിഗ്രി എന്നാണ് മുമ്പ് പേരിട്ടിരുന്നത്. പ്രീ ഡിഗ്രി കോഴ്സാണ്. അപ്പോൾ 2ൻ്റെ മാർക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ 2 മാർക്കും കൂടെ കമ്പൈൻ ചെയ്തൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കണം, നിങ്ങളുടെ പെർഫോമൻസ്, ഓരോ ചാപ്റ്ററിലുമുള്ള നിങ്ങളുടെ പെർഫോമൻസ് ടോട്ടൽ മാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നിങ്ങളുടെ കമ്പൈൻഡ് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാഠം ഉഴപ്പിയാൽ മതി, അതിൽ നിന്നുള്ള പരീക്ഷയ്ക്ക് ആ പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ മാർക്ക് പോയി. ആ മാർക്ക് കൂടി ആഡ് ചെയ്താണ് നിങ്ങളുടെ +2ൻ്റെ ഫൈനൽ ഫലം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താവും, മാർക്ക് കുറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ വെരി കെയർഫുൾ ഇൻ ഡീലിംഗ് സബ്ജക്ട്സ്. ഇനി ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, +1, +2 പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സർവേ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഫീൽ ചെയ്തത് ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ്. ഫിസിക്സ് എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് 100 കുട്ടികളെ ചോദിച്ചു കഴിഞ്ഞാൽ 2-3 കുട്ടികളെ പറയും ഫിസിക്സ് എളുപ്പം, ബാക്കിയുള്ള എല്ലാവരും പറയുന്നത് പാടും തന്നെയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് SSLC വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് വെറും ബേസിക്സ് മാത്രമായിരുന്നു. +1, +2ലേക്ക് വരുമ്പോൾ അതിനെ നല്ല അഡ്വാൻസ്ഡ് ആക്കുക. നമ്മളെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അല്ലെങ്കിൽ BSc ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാര്യങ്ങളെ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ ചെറുതാക്കിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാതെ ഇത്രയും പഠിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് +1, +2 ഇത്രയും ഡിഫിക്കൽട്ടായ ഒരു കോഴ്സായിട്ട് മാറുന്നത്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള 2 വർഷം തന്നെയായിരിക്കും ഈ 2 വർഷം. 2 വർഷം കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇനി അങ്ങോട്ട് നല്ലൊരു ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അതും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. തീർച്ചയായും 2 വർഷം നിങ്ങൾ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. ഓക്കെ, ഇനി ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫിസിക്സ് എന്തുകൊണ്ടാണ് ടഫ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിസിക്സ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് നിങ്ങളുടെ SSLC വരെ പഠിച്ചുകൊണ്ടിരുന്ന ഫിസിക്സ് പ്ലസ് മാത്തമാറ്റിക്സ്. ഫിസിക്സും മാത്സും കൂടി ചേർന്നതാണ് നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന ഫിസിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് മാത്സിൻ്റെ ആപ്ലിക്കേഷൻ ഇതിനകത്തുണ്ട്. പക്ഷെ ആ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് തിയറി മനസ്സിലാക്കി. ആ തിയറി മനസ്സിലാക്കിയ ആളിനെ ഇവിടെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഫിസിക്സ് പഠിക്കുന്ന ഏതൊരു കുട്ടിയും പറയുന്നതാണ്, എനിക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം, എനിക്ക് പ്രോബ്ലം ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള തിയറി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. നമുക്ക് വണ്ടി ഒന്ന് ഓഫായി പോയി. വണ്ടി ഓഫാകുന്നതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന് പെട്രോൾ തീർന്ന് ഓഫാവാം, വണ്ടി വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊണ്ട് ഓഫാവാം. നമ്മളെ ഒരു സാധാരണ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് വണ്ടി ഓഫായി പോയാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരേ ഒരു കാരണമേ കാണുള്ളൂ, എന്താണ്, പെട്രോൾ തീർന്നു. എന്നാൽ അതല്ല റീസൺ എങ്കിൽ എന്താണ് റീസൺ എന്ന് ഒരു മെക്കാനിക്കിന് മാത്രമേ പറയാൻ പറ്റൂ. മെക്കാനിക്കിന് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇന്ന കാര്യം കൊണ്ടാണ് ഓഫായത്.
അത് അയാൾ പറയുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ചിലപ്പോൾ വണ്ടി ഓവർ ഹീറ്റായിട്ട് നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒരു ശബ്ദം വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൈലൻസറിൽ എന്തെങ്കിലും അടഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. ഈ പറയുന്ന ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരു വണ്ടി ഓഫാവും. അല്ലാതെ പെട്രോൾ തീരുന്നതുകൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഒരു നോർമൽ മനുഷ്യന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ അയാൾക്ക് ഈ ഒരു കാര്യം മാത്രമല്ല. പക്ഷെ ഒരു മെക്കാനിക്കിന് പല പല ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് അത് കൊടുക്കുന്ന ആൾക്ക് മാത്രമേ ആ വണ്ടിയെ എഗെയിൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റൂ. കറക്റ്റ് ആണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അതായത് ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, എന്താണ് അതിൻ്റെ ടെക്നിക്ക്, ഏത് പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഏത് വിഷയവുമായിട്ടാണ്, അതിൻ്റെ ഏത് പോർഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ എന്ന് സാധനം. അപ്പോൾ ഒരു വേഗമായിട്ട് നമ്മളതിൽ ഒരു ഐഡിയ ഉണ്ട്. ഈ പറഞ്ഞാണ് എല്ലാവരും പറയുന്ന കണക്ക് നമ്മൾ പറയുന്നത് ആ വണ്ടി ഓഫായി എന്ന് പറഞ്ഞപ്പോഴേ ഒരാൾ ഓടിക്കൊണ്ട് ഒരു നാട്ടുകാരൻ പറയണം ആ പെട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് വണ്ടി ഓഫായത് എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. നമ്മൾ വാങ്ങിച്ചുകൊണ്ടെന്ന് വീണ്ടും പെട്രോൾ ഒഴിച്ചു പോകും, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞ ശുദ്ധ മണ്ടത്തരമല്ലേ? അതിൻ്റെ അർത്ഥം അയാൾ കാര്യം മനസ്സിലാക്കാതെയാണ് ആ പ്രോബ്ലം സമീപിച്ചത് എന്നാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് +1 +2 നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫിസിക്സിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ പ്രോബ്ലം മനസ്സിലാക്കണമെങ്കിൽ തിയറി മനസ്സിലാക്കണമെന്ന് അർത്ഥം. തിയറി നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ആ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അതേപടി എഴുതി പഠിക്കുക. എഴുതി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2 ഒരു കുട്ടി മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഡെയിലി വർക്ക് ചെയ്യണം. 5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം പഠിച്ചിരിക്കണം. അതിനുള്ള ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക. അത് നിങ്ങൾക്കേ അറിയാവും. നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കേ അറിയാം. അതിനനുസരിച്ച് മിനിമം ഒരു 5 മണിക്കൂർ പഠിച്ചിരിക്കുക. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി വീട്ടിൽ പോയി വീണ്ടും ഒരു തവണയെങ്കിലും സ്വന്തമായിട്ടൊന്ന് എഴുതി പഠിപ്പിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിരുന്ന് കേട്ട് പഠിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ ക്ലാസ് ആണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റീവൈൻഡ് ചെയ്ത് വീണ്ടും കേൾക്കാം. നമ്മൾ റെഗുലർ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെയല്ല. ഞാനൊരു കാര്യം പറഞ്ഞു, ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ചിലർ മനസ്സിൽ ചിലപ്പോൾ വെച്ചിരിക്കും ഡൗട്ട് ഇരിക്കട്ടെ പിന്നീട് ചോദിക്കും. പിന്നീട് ആ കുട്ടി മറന്നു പോകും, ആ ഡൗട്ട് അവിടെ തന്നെ ഇരിക്കും. ഇപ്പം ആ പ്രശ്നവും വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ആ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ഞാൻ സംസാരിക്കുന്നത് വീണ്ടും റീവൈൻഡ് ചെയ്ത് കേട്ടിട്ട് നിങ്ങൾക്കത് ക്ലിയർ ആക്കാം. അപ്പോൾ ആ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ സോഴ്സസ് ഉപയോഗിച്ച് നല്ല ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ വന്ന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഫിസിക്സിനും നിങ്ങൾക്കുണ്ടാവും വളരെ നല്ല ക്ലാസ് തന്നെ കിട്ടും. നിങ്ങളുടെ സ്കൂൾ എക്സാമിന് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും വാങ്ങാൻ കണക്കിനുള്ള രീതിക്ക് നമ്മൾ പഠിപ്പിക്കും. ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യില്ല. ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് സിലബസ് വെട്ടിച്ചുരുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ സിലബസ് ചുരുക്കിയാൽ തന്നെ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടില്ല. അങ്ങനെ സിലബസ് ചുരുക്കിയാലും നിങ്ങൾക്ക് ഒരു എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുമ്പോൾ ആ ഡിഫിക്കൽറ്റി വരും. അതുപോലെ തന്നെ എല്ലാം കണക്റ്റഡ് ആണ്. ഒരു ടോപ്പിക്ക് പഠിച്ചാലേ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ടോപ്പിക്ക് സ്കിപ്പായിട്ട് നമ്മളിപ്പോൾ പോർഷൻ കട്ട് ചെയ്ത് ഇത് പഠിക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ല +1 +2 ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്കത് മുന്നോട്ട് പോകാനോ മാർക്ക് വാങ്ങാനോ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുള്ള സമയത്തിന് ഞാൻ സ്കിപ്പിന് എതിരാണ്. ഞാൻ മുഴുവനും പഠിപ്പിക്കും. ഇനി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. അതായത് വെറും തിയറി മാത്രം അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് കാണാപ്പാടം പഠിപ്പിക്കുന്ന രീതിയല്ല. നമ്മൾ അതിനായിട്ട് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആ ഒരു രീതിയായിരിക്കും ഫോളോ ചെയ്യുന്നത്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പഠിപ്പിക്കും. നിങ്ങളത് അതേപടി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിന് ശേഷം അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പുസ്തകമോ എന്തോ എടുത്ത് വെച്ച് വായിച്ചോളൂ. അല്ല ഇതിലും കുറച്ച് പഠിക്കാൻ നിൽക്കരുത്. ഈ തരുന്നതിൽ കുറേ ഭാഗമൊന്നും എനിക്ക് ആവശ്യമില്ല. കുറച്ച് കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുറന്ന് നോക്കും, സാറ് പഠിപ്പിച്ചേക്ക് ഇതിനകത്തുണ്ടോ, അപ്പോൾ ഇതൊന്നും അതിനകത്തില്ല, പിന്നെ എന്തിനാണ് ഇത് പഠിക്കുന്നത്, നമുക്കിത് കളയാം. ആ ഒരു രീതി നിങ്ങളിവിടെ എടുക്കരുത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. +1 +2 കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറണം. പുതിയൊരു കോഴ്സാണ് ഞാൻ പഠിക്കുന്നത്, ഇതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പഴയതുപോലെ പരീക്ഷയുടെ തലേന്ന് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ മാത്രമേ അത് നടക്കൂ. അല്ല 99% പേരും പുറത്താവും എന്നൊരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനോട് കൂടി ഞാൻ ഫിസിക്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് നല്ലപോലെ ഒന്ന് പ്രാർത്ഥിച്ചേക്കുക. ഫസ്റ്റ് ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ ഒന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു ഇതുണ്ടാകണമേ, എനിക്ക് എല്ലാം ക്ലിയർ ആകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് വിജയത്തിൻ്റെ
ഫസ്റ്റ് പടി എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് പോലും മിസ്സാക്കരുത്. കറക്റ്റായിട്ട് ക്ലാസ്സുകളെല്ലാം പറയുന്ന സമയത്ത് പറയുന്ന പോലെ ഫോളോ ചെയ്യുക. നമ്മൾ എന്തൊക്കെ എക്സസൈസ് എന്തൊക്കെ ചെയ്യാൻ പറയുന്നത് അത് അതേപോലെ ഫോളോ ചെയ്ത് കൂടെ വരിക. പ്രത്യേകിച്ച് +1 ആണ്. ഈ പറയുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജാണ് നിങ്ങൾ. അതിൽ നിങ്ങൾ പിഴച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് പറയുകയാണ്, കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൂടെ വന്നോളൂ. ക്ലാസ് മിസ്ഫോളോ ചെയ്യരുത്, കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൂടെ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ 3ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠത്തിന്റെ പേര് ഇതാണ്, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നതാണ് പാഠത്തിന്റെ പേര്. ഇല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേരാണ് 1 ഡയമെൻഷണൽ മോഷൻ. എന്നും വിളിക്കും. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കും ഇതിനെ. അപ്പോൾ ഇവിടെ തന്നെ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ എനിക്ക് ആദ്യം ഒരു കാര്യം കൂടി പറയാനുള്ളത്, മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ആദ്യം കുറച്ച് ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അത് നിങ്ങൾ സ്ലോലി നിങ്ങൾ പിക്കപ്പ് ചെയ്തോളും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്ന വാക്കുകളിലൊക്കെ ഞാൻ മാക്സിമം എന്നെക്കാൾ കഴിയുന്ന മലയാളം കൂടി പറയാൻ ശ്രമിക്കാം. ഇൻ കേസ് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഡിക്ഷണറി നിങ്ങൾക്കൊണ്ട് എന്തെങ്കിലും വാക്കിന്റെ അർത്ഥമുണ്ടെങ്കിൽ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിക്കോളും. ആ ഒരു സ്ട്രഗിൾ ഉണ്ടാകും, അത് മനസ്സിലാക്കുക. എനിക്ക് മാത്രമല്ല, മലയാളം മീഡിയത്തിൽ നിന്ന് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേർവരയിലൂടെയുള്ള ഒരു വസ്തുവിന്റെ ചലനം, അതിനെയാണ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. മോഷൻ എന്ന് പറഞ്ഞാൽ ചലനം. ഇതിന്റെ വേറൊരു പേരാണ് 1 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് 1 ഡയമെൻഷണൽ എന്ന് പേര് വന്നത്? അപ്പോൾ എന്താണ് ഡയമെൻഷൻ? ഇതായിരിക്കും പുതിയൊരു വാക്ക് വന്നിരിക്കുന്നത്, ഡയമെൻഷൻ. അപ്പോൾ ഡയമെൻഷനെ പറ്റി പറയണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അതായത് നമ്മുടെ ആക്സിസുകളുണ്ട്. നമുക്ക് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. സ്ട്രൈറ്റ് ലൈൻ ഒരു ഒറ്റ നേർവര. അപ്പൊ നമ്മുടെ മെയിൻ ആക്സിസുകൾ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ എക്സ് ആക്സിസ് ഒരു നേർവരയാണ്, വൈ ആക്സിസ് വേറൊരു നേർവരയാണ്. അപ്പോൾ ഈ ഒരു നേർവരയെ സ്ട്രൈറ്റ് ലൈൻ എന്ന് വിളിക്കാമെങ്കിൽ ഈ ഒരു നേർവരയെ നമുക്ക് എന്തുമായിട്ട് ഉപമിക്കാം? ഒരു ആക്സിസുമായിട്ട്. എ സ്ട്രൈറ്റ് ലൈൻ ഈസ് കമ്പയറബിൾ ടു ആൻ ആക്സിസ്, ദാറ്റ് ഈസ് എ ഡയമെൻഷൻ. അപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്സിസിലൂടെയുള്ള ചലനം. ക്ലിയർ ആയോ? അതായത് ആ വസ്തു പോകുന്നത് ഏതിലൂടെ ആയിരിക്കും? ഒന്നുകിൽ എക്സ് ആക്സിസിലൂടെ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഏത് ആക്സിസിലൂടെ? വൈ ആക്സിസിലൂടെ. അങ്ങനെ എക്സിലൂടെ അല്ലെങ്കിൽ വൈയിലൂടെ ഏതെങ്കിലും ഒന്നിലൂടെ മാത്രമുള്ള ചലനത്തിനെയാണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ 1 ഡയമെൻഷൻ പറഞ്ഞെങ്കിൽ എന്താണ് 2 ഡയമെൻഷൻ എന്ന് നോക്കാം. 2 ഡയമെൻഷൻ 1 ഡയമെൻഷന്റെ വേറൊരു പേരാണ് 1D. 2 ഡയമെൻഷന്റെ വേറൊരു പേരാണ് 2D. എന്താണ് 2 ഡയമെൻഷൻ? ഒരേ ആക്സിസ് മാത്രമാണെങ്കിൽ 1 ഡയമെൻഷൻ. അപ്പൊ 2 ഡയമെൻഷൻ എന്താണ്? 2 ആക്സിസും ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സും വൈയും കൂടി ചേർന്ന ഈ ഒരു റീജിയൻ. അതായത് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബോർഡിലേക്ക് നോക്കൂ. ഈ ബോർഡിന് എന്ത് ഷേപ്പാണ്? ഒരു റെക്ടാംഗിൾ ഷേപ്പ്. നിങ്ങളിരിക്കുന്ന തറ എന്ത് ഷേപ്പാണ്? റെക്ടാംഗിൾ ഷേപ്പ്. അപ്പൊ ഈ പറയുന്ന തറ മീൻസ് നിങ്ങളുടെ റൂമാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതൊരു റെക്ടാംഗിൾ ഷേപ്പാണ്. അപ്പോൾ ഈ പറയുന്ന അതിനെ നോക്കിയാൽ മതി, ഒരു എക്സ് ആക്സിസും കാണും, ഒരു വൈ ആക്സിസും കാണും. അങ്ങനെ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടിച്ചേർന്ന ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇസ് കോൾഡ് എന്ത്? 2 ഡയമെൻഷൻ. അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേരാണ്, ഈ പേര് നിങ്ങൾക്കറിയാം, ഈ പേരിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സർഫസ് അല്ലെങ്കിൽ പ്ലെയിൻ. ഇപ്പൊ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടിച്ചേർന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് സർഫസ് അല്ലെങ്കിൽ പ്ലെയിൻ. അപ്പോൾ 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സർഫസിലൂടെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ. ക്ലിയർ ആണോ? ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 1 ഡയമെൻഷൻ പഠിക്കാനുണ്ട്, 2 ഡയമെൻഷൻ പഠിക്കാനുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ മോഷൻ, നോർമലി ഒരു മനുഷ്യന്റെ മോഷൻ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷൻ ആയിരിക്കും, 2 ഡയമെൻഷൻ ആയിരിക്കും. സാധാരണ കേസിലെല്ലാം എന്തായിരിക്കും? 2 ഡയമെൻഷൻ. കാരണം നമ്മൾ നടക്കുന്ന വീട്ടിലെല്ലാം നടക്കുന്ന എന്താണ്? ഒരു സർഫസിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്ത് മോഷനാണ്? 2 ഡയമെൻഷണൽ മോഷനാണ്. നമുക്ക് പഠിക്കാനുള്ളത് 1 ഡയമെൻഷണൽ മോഷൻ മാത്രമാണ്. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഈ ബോർഡിൽ എഴുതുന്ന പല കാര്യങ്ങളും ഇപ്പൊ നോട്ടായിട്ട് ഞാൻ പറയണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ അതേ ഫീലിംഗ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അത് എഴുതിയെടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളെ മിക്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന അതേ ഫീൽഡ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഡെഫിനിഷൻസ് പറഞ്ഞു തരാണ്, അത് എഴുതിയെടുത്ത് പഠിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ നോട്ടിൽ എഴുതിയെടുക്കും, നിങ്ങൾ അതങ്ങ് വായിക്കും. അത് മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ. അതേസമയം ഞാൻ ഈ പറയുന്നതും ഞാൻ ഈ എഴുതുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അവിടെ എഴുതുകയാണ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ. ആ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്നില്ല, നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് എഴുതിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ എന്താണ് കാണിച്ചത്? എക്സും വൈയും വരച്ചു, അതെന്താണ്? അപ്പോൾ അവിടെ എഴുതി വെക്കുക. സാർ എക്സും വൈയും വരച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമെൻഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മാത്രം ഇങ്ങനെയാണ്. ഈ പറയുന്ന രീതിക്ക് നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി. നിങ്ങളുടേതായിട്ടുള്ള നോട്ട് ബുക്കാണ്, നിങ്ങൾക്കത് ഉപയോഗം ചെയ്യും. പിന്നീട് ആ പാഠം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം ഈ പറഞ്ഞ കാര്യം. 1 ഡയമെൻഷണൽ മോഷൻ, അയ്യോ ഞാൻ മറന്നു എഴുതുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ആക്സസും എല്ലാം വരച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതാണ് സാർ, ഇപ്പൊ എനിക്ക് പിടിക്കുന്നു. ഈ പറഞ്ഞ പോലെ എന്നും നിങ്ങൾക്ക് എപ്പോഴും ഏത് സമയത്തും നിങ്ങൾ നോട്ട് ബുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 1 ഡയമെൻഷണൽ മോഷനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ്? പൊസിഷൻ എന്നാണ്. പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തു അല്ലെങ്കിൽ ബോഡി. ഇപ്പൊ സാധാരണ ഫിസിക്സിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബോഡി. ഇനി പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ പറയും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബോഡി. അതിന്റെ അർത്ഥം നമ്മൾ കൺസിഡർ ചെയ്യും, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു. ഓക്കെ, പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മൾ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അയാളുടെ സ്റ്റേറ്റ്, അയാൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊസിഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാമോ? പൊസിഷൻ കാരണം നോക്കിക്കോളൂ, ഇത് എക്സ് ആക്സിസ്, വൈ. പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് സ്പെസിഫൈഡ് ബൈ എന്ത്? കോർഡിനേറ്റ് ജോമെട്രി. അപ്പൊ നിങ്ങൾ പഠിച്ചതാണ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞ SSLCക്ക് നിങ്ങൾ പഠിച്ചു. മലയാളം മീഡിയംകാരെ എനിക്കൊന്ന് സൂചക സംഖ്യകളോ അങ്ങനെ എന്തോ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമ്മൾ പൊസിഷൻ പറയും. ഒരു വസ്തുവിന്റെ പൊസിഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഉദാഹരണത്തിന് ഒരു വസ്തു എക്സ് ആക്സിസിൽ 5 എന്ന് പറയുന്ന 5 സെന്റിമീറ്റർ നീളത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ വസ്തുവിന്റെ പൊസിഷനെ നമ്മൾ ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും 5,0. എന്താണ് 5,0ന്റെ മീനിങ്? എക്സ് ആക്സിസിൽ 5, ഇത് എക്സ് കോർഡിനേറ്റ് ആണ്, ഇത് എന്ത് കോർഡിനേറ്റ് ആണ്? വൈ കോർഡിനേറ്റ് ആണ്. എക്സ് ആക്സിസ് ആയതുകൊണ്ട് 5 എക്സിലും 0 എന്ന് പറയുന്നത് വൈ വാല്യൂ ആണ്. എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈയുടെ വാല്യൂ എന്താണ്? 0. വേറൊരു ബോഡി വൈ ആക്സിസിൽ എന്താണ് 6 മീറ്റർ ദൂരെ നിൽക്കുകയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതാം? പോയിന്റിനെ 0,6 എന്ന് എഴുതും. അതായത് എക്സ് വാല്യൂ 0യും വൈ വാല്യൂ, വൈ ആക്സിസിൽ എക്സിന്റെ വാല്യൂ എന്താണ്? 0. ഇനി ഞാൻ വേറൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ്, ആ പോയിന്റിന് ഞാൻ ഇങ്ങനെ കൊടുക്കും 8,4 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സ് ആക്സിസിൽ ആ വസ്തു 8 സെന്റിമീറ്റർ നീളത്തിലും അല്ലെങ്കിൽ 8 മീറ്റർ നീളത്തിലും, വൈ ആക്സിസിൽ 4 എന്ന് പറയും. അപ്പൊ ഈ കോർഡിനേറ്റ് ജോമെട്രി ഉപയോഗിച്ചാണ് നമ്മളൊരു വസ്തുവിന്റെ പൊസിഷൻ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പൊസിഷൻ ഈസ് സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ് കോർഡിനേറ്റ്. പൊസിഷൻ ഈസ് ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് ആൻ ഒബ്ജക്ട്. ഓക്കെ, ഇനി പൊസിഷൻ, അതായത് ഇപ്പൊ ഒരു വസ്തു 2,3 എന്ന് പറയുന്ന ഒരു പോയിന്റ് നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, അത് 4,3 എന്ന് പറയുന്ന പോയിന്റിലേക്ക് മാറി നിന്നേ. 2,3 നിന്ന് എങ്ങോട്ട് മാറി? 4,3യിലേക്ക്. അത് ചുമ്മാ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇങ്ങനെ വരയ്ക്കാം. എക്സ് ഇവിടെ 2,3 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണെന്ന് വിചാരിച്ചു. ഇത് 2ഉം ഇത് 3യും. 4,3 എന്ന് പറഞ്ഞാൽ എക്സിന് ചേഞ്ച് ഉണ്ടായി, വൈക്ക് ചേഞ്ച് ഉണ്ടായിട്ടില്ല. അപ്പൊ വൈ സെയിം ആണ്. ഇതാണ് 4,3. ക്ലിയർ ആണോ? അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 4 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 3 ആയിരിക്കും. അപ്പൊ 2,3യിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബോഡി 4,3 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മാറി എന്ന് വിചാരിക്കുക. അതായത് 2,3യിൽ നിന്നും 4,3യിലേക്ക് മാറി എങ്കിൽ അതിന്റെ പൊസിഷന് ചേഞ്ച് ഉണ്ടായില്ലേ? അതായത് ഇപ്പൊ ഇരുന്ന പൊസിഷനിൽ നിന്നും വേറൊരു പൊസിഷനിലേക്ക് ആ ബോഡി ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. എന്നാലല്ലേ അതിന്റെ പൊസിഷന് ചേഞ്ച് ഉണ്ടാവും. ഞാനിപ്പോ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഞാൻ അങ്ങോട്ട് മാറി. ട്രാവൽ ചെയ്യാതെ ഞാൻ ഇങ്ങോട്ട് മാറുമോ? ഒരിക്കലില്ല.
എങ്കിൽ ഞാൻ വല്ല എന്താണ് പ്രേതമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇവിടെ മിസ് കാണാതായിട്ട് പെട്ടെന്ന് ഇനി ഇവിടെ പൊങ്ങുകയാണെങ്കിൽ ഞാൻ ഒരു പ്രേതമാണ്. അല്ലെങ്കിൽ എന്താണ്, ഞാൻ ഉറപ്പായിട്ട് ഞാൻ മൂവ് ചെയ്യും, അല്ലേ, മൂവ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വസ്തുവിന്റെ പൊസിഷന് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ വസ്തു ഈസ് അല്ലെങ്കിൽ വാസ് ഇൻ എ മോഷൻ. അതായത് whenever there is a change in position of a body, then the body is said to be in motion. മനസ്സിലായോ? ബോഡിക്ക് പൊസിഷന് ചേഞ്ച് ഉണ്ടായാൽ നമുക്ക് പറയാം ബോഡി ഈസ് ഇൻ മോഷൻ, ചലിച്ചു എന്ന് മലയാളത്തിൽ പറയാം. ക്ലിയർ? അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പൊസിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, ഇനി മോഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്താണ്? ഒറ്റ, ഞാനിപ്പോൾ പറഞ്ഞത് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എക്സാമ്പിൾ ആയിരുന്നു. 2,3 നിന്ന് 4,3 പോയി. ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് അത് ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആയിരുന്നു. മനസ്സിലായോ? വാട്ട് ആർ ദ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ മോഷൻ? സ്ട്രൈറ്റ് ലൈനിലൂടെ ബോഡി ട്രാവൽ ചെയ്യുന്നതിന് എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടിയുണ്ട്. എന്ത് വണ്ടി? വളരെ നീളമുള്ള ഒരു വണ്ടി. ഏതാണ് നീളമുള്ള വണ്ടി? ഏതാണ് നീളമുള്ള വണ്ടി? പേരാണെന്ത്? ട്രെയിൻ അല്ലേ? ട്രെയിൻ അല്ലേ? വണ്ടിക്ക് ട്രെയിൻ പോലെ ഇതിന്റെ മുകളിൽ നിന്ന് എന്താണ് പോകുന്നത്? പുകയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ട്രെയിനാണ്. അപ്പോൾ ട്രെയിൻ എന്ന് പറയുന്ന സാധനം, ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് എന്തിലൂടെയുണ്ട്? ഒരു ട്രാക്കിലൂടെ അല്ലേ? ആ ട്രാക്ക് നമ്മൾക്ക് ഓൾമോസ്റ്റ് നമുക്ക് കാണാം. ട്രാക്ക് ഓൾമോസ്റ്റ് എന്താണ്? നേർവരയാണ്. ട്രാക്കിന് വളവും തിരിവൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ മെയിൻ റോഡിൽ കാണുന്ന പോലെ ഒരു കുത്തനെയുള്ള വളവോ തിരിവോ ഒന്നും റെയിൽവേക്ക് വരാറില്ല. കാരണം എന്താണ്? ഇത്രയും നീളമുള്ള ഒരു വണ്ടിക്ക് അത്രയും വലിയ ടേൺ എടുത്ത് പോകാൻ പറ്റില്ല, വണ്ടി മറിയും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടേൺ കൊടുക്കാറ്. അപ്പോൾ സാധാരണ നമുക്ക് തന്നെ പറയാം 90% ട്രാക്കുകളും എങ്ങനെയാണ് ഇരിക്കുന്നത്? സ്ട്രൈറ്റ് ലൈനാണ്. അപ്പോൾ ഒരു റെയിൽവേ ട്രാക്കിലൂടെയുള്ള ഒരു ട്രെയിനിന്റെ മോഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിളാണ്? മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈൻ. വേറൊരു എക്സാമ്പിൾ എങ്ങനെ പറയാം? ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള സാധനമാണ്. ഇത് കണ്ടിട്ട് എന്തെന്ന് തോന്നുന്നു? ഇത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ തോന്നാവൂ, വേണമെന്ന് തോന്നുന്നുണ്ട്. ഇതെന്താണ് സാധനം? ബ്രിഡ്ജാണ്. ഒരു പാലമാണ്, തൂക്കുപാലം എന്നൊക്കെ വിളിക്കും. ഇപ്പൊ സാധാരണ കാണുന്ന പാലം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെയൊക്കെ പഴയ വീട്ടിൻ്റെ അടുത്ത് ഇപ്പോഴൊക്കെ കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു വരമ്പാണെന്ന് വിചാരിച്ചോ, ഇതൊരു ആറ് പോകുന്ന സ്ഥലമാണെന്ന് വെച്ചോ. ആറ്റിന് കുറുകെ ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഒരു തെങ്ങിനെടുത്ത് ഇങ്ങനെ കുറുകെ. ഒരാൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്ത് പോകും? ഈ തെങ്ങിലൂടെ. ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകും. ആ തെങ്ങിന്റെ ഷേപ്പ് എന്താണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ ഷേപ്പ്. അങ്ങനെയാണെങ്കിൽ അതും എന്തിന് എക്സാമ്പിളാണ്? സ്ട്രൈറ്റ് ലൈൻ. അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ്, സാധാരണ എല്ലാ ബ്രിഡ്ജും എന്ത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? സ്ട്രൈറ്റ് ലൈൻ ഷേപ്പ്. മനസ്സിലായോ? ബ്രിഡ്ജ് ഇൻ ദ സെൻസ് നമ്മൾ ബ്രിഡ്ജിനകത്ത് കയറി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അതൊരിക്കലും എന്തിന് എക്സാമ്പിൾ അല്ല? മോഷന്റെ സ്ട്രൈറ്റ് ലൈൻ എക്സാമ്പിൾ അല്ല. ഈ പറയുന്നതല്ല ഐഡിയൽ കേസാണ്. ഐഡിയൽ കേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയേ നിങ്ങൾ ചെയ്യൂ എങ്ങനെയാണെങ്കിൽ മാത്രം. അതായത് ഒരു ഇടുങ്ങിയ ബ്രിഡ്ജാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് മാത്രം പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ പോകാൻ പറ്റുള്ളൂ? കറക്റ്റ് ഇങ്ങനെ ഇറുകിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് എന്തിന് എക്സാമ്പിളാണ്? മോഷനിന്റെ സ്ട്രൈറ്റ് ലൈൻ എക്സാമ്പിളാണ്. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഈ പാഠത്തിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് പൊസിഷൻ എന്ന് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തത് എന്താണ് മോഷൻ എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തത്, ഇത് ഒരു ബോഡിയുടെ പൊസിഷൻ, ഇനിഷ്യൽ പൊസിഷൻ. ഇപ്പൊ ആ ബോഡി വേറൊരു പൊസിഷനിലേക്ക് മാറി. അതിനെ കണക്ട് ചെയ്ത് നമുക്കൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടി. ഇവിടെ നിന്ന് ഈ ബോഡി ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ബോഡി ഈസ് ഇൻ മോഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ബോഡി മോഷനിലാണെന്ന് നമ്മൾ പഠിച്ചു. മനസ്സിലായോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് പുതിയൊരു ടേമാണ്. എന്താണ്? പാത്ത് എന്നാണ്. പാത്ത്. അപ്പൊ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the line connecting initial and final positions of the body is called path. മനസ്സിലായോ? അപ്പൊ സ്ട്രൈറ്റ് ലൈൻ നിങ്ങൾ വരച്ചില്ലേ? അതെങ്ങനെയാണ് വരച്ചത്? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ചേർത്ത് ഒരു ലൈൻ വരച്ചു. ആ ലൈനിലൂടെയാണ് ആ ബോഡി ട്രാവൽ ചെയ്തത്. ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് പാത്ത്. ക്ലിയർ? അപ്പൊ നമ്മുടെ പാത്ത്, ഇത് ഈ പോയിന്റിന് എം എന്ന് കൊടുക്കുക, ഈ പോയിന്റിന് എം എൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എം എൻ എന്ന് പറയുന്നതായിരിക്കും ആ പാത്ത്. ക്ലിയർ ആണ്? അപ്പൊ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഇനി
ഈ പാത്ത് എത്ര ദൂരം എന്ന് നമുക്കറിയണം. പാത്ത്, ഈ പാത്തിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു സ്കെയില് കൊണ്ടുവന്ന് വെച്ചു ഇവിടെ. എന്നിട്ട് ആ സ്കെയിലിൽ മെഷർ ചെയ്തു. നമ്മുടെ സ്കെയില്, ഈ സ്കെയില് കൊണ്ടുവന്ന് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി എത്ര സെന്റിമീറ്റർ എന്ന്? 5 സെന്റിമീറ്റർ, അല്ലെങ്കിൽ എനിക്ക് കിട്ടി 5 മീറ്റർ. അതായത് ആ പാത്തിന്റെ ലെങ്ത് എത്രയാണെന്ന് ഞാൻ എഴുതിയെടുത്തു. ആ എനിക്ക് കിട്ടിയ കാര്യത്തിനെ, അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്ത് ലെങ്ത്. പാത്ത് ലെങ്ത് ഈസ് കോൾഡ് ഡിസ്റ്റൻസ് ട്രാവൽ. ഇപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ എത്ര length of the path traveled by a body is called distance traveled by the body. Clear ആണോ? Length of the path traveled by the body is called distance traveled by the body. അപ്പോൾ നമ്മളെ ഡിസ്റ്റൻസ് ട്രാവലിന് കൊടുക്കുന്ന സാധാരണ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ എഴുതി. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് സാധാരണ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ എന്താണ്? മീറ്റർ ആണ്. ഇതുമല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ. ഏതാണ് യൂണിറ്റ്? കിലോമീറ്റർ. മനസ്സിലായോ? അതായത് നമ്മൾ പറയാറില്ലേ, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയി നമ്മൾ ഒരിക്കലും മീറ്ററിലോ സെന്റിമീറ്ററിലോ ആണോ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത്? ഒരിക്കലല്ല. നമ്മൾ പറയാം നമ്മൾ പോത്തങ്കോട് നിന്ന് കണിയാപുരത്ത് എത്ര ദൂരം? നമ്മൾ പറയാം 8 കിലോമീറ്റർ ദൂരമുണ്ട്. അല്ലാതെ ആരെങ്കിലും പറയാറുണ്ടോ 800 സെന്റിമീറ്റർ അല്ലെങ്കിൽ 8000 കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് പറയാറുണ്ടോ? ഒരിക്കലും പറയാറില്ല. നമ്മൾ പറയുന്നത് 8 കിലോമീറ്റർ ദൂരം എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസിന്റെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഇതൊക്കെയാണ്. ചെറിയ യൂണിറ്റ് സെന്റിമീറ്റർ, അതിലും ചെറുതുണ്ട് അത് മില്ലിമീറ്റർ, പിന്നെ മീറ്റർ, പിന്നെ അത് കിലോമീറ്റർ. എത്ര മീറ്റർ ആണ് കിലോമീറ്റർ? എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. എത്ര സെന്റിമീറ്റർ ആണ് 1 മീറ്റർ? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അതൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എത്രയാണ്? 100 സെന്റിമീറ്റർ ഈസ് 1 മീറ്റർ. 1000 മീറ്റർ ഈസ് 1 കിലോമീറ്റർ. ഇനി ചെറിയ യൂണിറ്റ് ഏതാണ്? മീറ്റർ, മില്ലിമീറ്റർ. എത്ര mm ആണ് 1 സെന്റിമീറ്റർ? 10 mm ഈസ് 1 സെന്റിമീറ്റർ. ഇതൊക്കെ ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. 10 mm ആണ് 1 സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. ഓക്കെ. അപ്പൊ ഇനി ഇവിടെ ഡിസ്റ്റൻസിനെ പറ്റി പറഞ്ഞു, ഡിസ്റ്റൻസ് ട്രാവലിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മളൊരു പുതിയ കാര്യം പഠിക്കാൻ പോവുകയാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ നോക്കിക്കോളൂ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി എന്ന് വിചാരിക്കുക. പോട്ടെ, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. എമ്മിൽ നിന്ന് എന്നിലേക്ക് ഞാൻ പോയി. ആ ദൂരം ഞാൻ ഇവിടെ എഴുതി 5 മീറ്റർ ആണ്. അപ്പൊ എം എൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 5 മീറ്റർ ആണ്. ഓക്കെ. അപ്പൊ എൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ഞാൻ അവിടം വരെയാണ് പോയത്, 5 മീറ്റർ ദൂരം പോയി. എന്നിട്ട് ഞാൻ തിരിച്ച് അവിടുത്തെ ഒരു പരിപാടി കഴിഞ്ഞു. ഞാൻ എന്നിൽ നിന്ന് നേരെ തിരിച്ച് എവിടെ എത്തി? എമ്മിലേക്ക് തിരിച്ചു. തിരിച്ച് അവിടെ വന്ന് വിടും. എന്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്തായിരിക്കും? എം മുതൽ എൻ വരെ ഞാൻ എത്ര ദൂരം പോയി? 5 മീറ്റർ. എൻ മുതൽ എം വരെ ഞാൻ തിരിച്ച് എത്ര ദൂരം പോയി? 5 മീറ്റർ. അപ്പൊ എന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മീറ്റർ. അപ്പൊ ഞാൻ ഇനിഷ്യലി ഒരു സ്ഥലത്ത് നിന്ന് പോയി ഫൈനലി അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഞാൻ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തില്ല എന്നെനിക്ക് പറയാൻ പറ്റുമോ? ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളിപ്പോ എന്നെ കാണുന്നുണ്ട്, ഞാൻ ദാ മുമ്പോട്ട് കുറെ നടന്നു പോയി, എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വരികയാണ്. ഈ ഡിസ്റ്റൻസ് ട്രാവൽ, നിങ്ങൾ പെട്ടെന്ന് ആ ഒരു സമയം നിങ്ങൾ ഉറങ്ങിയാന്ന് വിചാരിച്ചോളൂ. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് നിങ്ങൾ കണ്ടിട്ടില്ല. ഓക്കെ, എപ്പോഴും ഉറക്കം തന്നെയാണ്, ഇതിലെങ്കിലും ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോ ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കാം. എന്നാലും ഞാൻ അവിടം വരെ പോയി തിരിച്ചു വന്നു എന്ന് എനിക്കറിയാം. അപ്പോ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തോ ഇല്ലേ? ചെയ്തു. ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് ടോട്ടൽ ഡിസ്റ്റൻസ് കൂട്ടോ കുറയ്ക്കൂ? കൂട്ടും. അപ്പോൾ ദൂരം, സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകുന്നു, നമുക്ക് വഴിതെറ്റി പോവാണ്. നമ്മളൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഗൂഗിൾ മാപ്പ് നോക്കി, ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി, നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക് വഴി തെറ്റായിരിക്കാനുള്ള ആപ്പാണ്. ഉറപ്പായിട്ട് വഴി തെറ്റിക്കുന്ന ആപ്പുകളിലാണ്. ചുമ്മാ പറഞ്ഞാണ്. ഗൂഗിൾ മാപ്പൊക്കെ നല്ല ആപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ്, അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. എല്ലാ ആപ്പും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും, പുതിയ സ്റ്റിക്കർ കിട്ടാനും പുതിയ ഇമോജി കിട്ടാനും ഒക്കെ. പക്ഷേ ഗൂഗിൾ മാപ്പ് ചെയ്യാൻ നമ്മൾ മറന്നു. അപ്പോൾ എന്താണ്, പുതിയൊരു റോഡ് അവിടെ പണി നടക്കുകയായിരിക്കും, ഗൂഗിൾ മാപ്പ് അത് അപ്ഡേറ്റ് കൊടുക്കും, ആ റോഡ് ക്ലോസ്ഡ് ആണെന്ന്.
പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല. നമ്മളത് പഴയ മാപ്പ് എടുത്ത് വെച്ചിട്ട് പോകും, ചെല്ലുമ്പോൾ അവിടെ റോഡ് ക്ലോസ്ഡ് ആയി. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇനി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ, അങ്ങനെ നമ്മൾ വഴിതെറ്റി പോയാലും നമ്മൾ സഞ്ചരിക്കുന്ന ടോട്ടൽ ദൂരം അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്തായിരിക്കും ഇവിടെ? പോസിറ്റീവ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? ആ ദൂരം എപ്പോഴും കൂടുകയുള്ളൂ. അങ്ങനെ ദൂരം കൂടുകയാണെങ്കിൽ അത്തരം ക്വാണ്ടിറ്റിയെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. പോസിറ്റീവ് ക്വാണ്ടിറ്റി. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പോസിറ്റീവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിന്തകൾ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ. അതേപോലെ പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കൂടുന്ന ഒരു സാധനമാണ്, ഒരിക്കലും കുറയില്ല. അപ്പൊ അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. മനസ്സിലായോ? ഇങ്ങനെ പോസിറ്റീവ് ക്വാണ്ടിറ്റികളെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റി. സ്കാലാർ അല്ലെങ്കിൽ സ്കെയിലാർ എന്ന് വിളിക്കും. സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇപ്പൊ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസിറ്റീവ് ക്വാണ്ടിറ്റീസിനെയാണ് മെയിൻ ആയിട്ട് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. ക്വാണ്ടിറ്റി ഹാവിംഗ്, സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ഓൺലി scalar quantities are quantities having only magnitude. Magnitude. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്. അതായത് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് -5. മലയാളം മീഡിയംകാർക്ക് മനസ്സിലായി കാണും, കേവല വില എന്ന് പറയും. -5ന്റെ മാഗ്നിറ്റ്യൂഡ് 5. അതായത് ദാറ്റ് ഈസ് മൈനസ് ഈസ് ജസ്റ്റ് എ സൈൻ. ദ വാല്യൂ അല്ലെങ്കിൽ ദ വാല്യൂ ഓഫ് ദാറ്റ് ദിസ് ക്വാണ്ടിറ്റി ഈസ് എത്രയാണ്? 5. അപ്പൊ അതിനാണ് എന്ത് വിളിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ വില എത്രയാണ്, കേവല വില എത്രയാണ്. അതായത് നിങ്ങളിപ്പോ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ വാല്യൂ 5 മീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ 5 മീറ്റർ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും എത്ര മീറ്റർ തന്നെ? 5 മീറ്റർ തന്നെ. നിങ്ങളുടെ ടോട്ടൽ ദൂരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 മീറ്റർ പ്ലസ് 5 മീറ്റർ. ടോട്ടൽ ദൂരം എത്രയെന്ന് നിങ്ങൾക്ക് കിട്ടി? 10 മീറ്റർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ആ ക്വാണ്ടിറ്റി ഹാസ് ഓൺലി എന്ത്? മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ആ 10 മീറ്റർ എന്ന് പറയുന്നതാണ് അതിന്റെ അളവ്. മാഗ്നിറ്റ്യൂഡിന്റെ വേറെ പേരാണ് അളവ്. ആ അളവിനെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ മാഗ്നിറ്റ്യൂഡ് മാത്രമേ അവിടെ ഉള്ളൂ. ആ ഡിസ്റ്റൻസ് ട്രാവൽഡിന് ഡയറക്ഷൻ എന്ന് പറയുന്ന സാധനമില്ല. അതായത് നമ്മൾ അത് പറയാറില്ല. ഞാനിപ്പോ അങ്ങോട്ട് പോയാലും വഴിതെറ്റി പോയാലും എങ്ങനെ പോയാലും അവസാനം എന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ഞാൻ എത്തിക്കഴിയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസിനെ കൂട്ടിയേ നിങ്ങൾ പറയും. ഏത് വഴി പോയാലും കറക്റ്റ് തന്നെ. ഫൈനൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം. ഫൈനൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും കൂടി സമ്മാണ്. അതുകൊണ്ട് അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ക്വാണ്ടിറ്റി ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഏത് വഴി വന്നെന്ന് പറഞ്ഞതിന് പ്രത്യേകിച്ച് അവിടെ കാര്യമൊന്നുമില്ല. ഡിസ്റ്റൻസിന് വലിയ ടോട്ടൽ ഡിസ്റ്റൻസ് എപ്പോഴും കൂട്ടിയേ പറയും. ക്ലിയർ ആണ്? നമുക്ക് പഠിക്കാനുള്ളത് പുതിയൊരു ടേമാണ്. പുതിയ ടേമല്ല, നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ടേമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ വേറൊരു പേര് നമുക്ക് ഇങ്ങനെ കൊടുക്കാം മലയാളത്തില്, സ്ഥാനമാറ്റം എന്ന് പറയാം. സ്ഥാനമാറ്റം. ഓക്കെ. അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം? അതായത് ഒരു ബോഡി ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു എന്ന് വിചാരിച്ചോ. ഈ ബോഡി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. അതായത് ഇപ്പൊ ഈ ബോഡി ഇവിടെ ഇരിക്കുകയായിരുന്നു എന്ന് വെച്ചോ. ഓക്കെ. ഇതിനെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇതിന്റെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടായില്ലേ? മാറ്റം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ദിസ് ബോഡി ഈസ് സെഡ് ടു ബി ഡിസ്പ്ലേസ്ഡ്. ഡിസ്പ്ലേസ് ചെയ്തു. ഡിസ്പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വയ്ക്കുക, ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക. അതുകൊണ്ടാണ് ഇതിനെ മാറ്റി വെക്കുക, സ്ഥാനം മാറ്റുക എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വെച്ചു. അപ്പൊ അവിടെ എന്താണ് കോംപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ആക്സിസ്. ഇതാണ് നമ്മുടെ സീറോ. ആക്സിസിന്റെ സീറോ ഒറിജിൻ. ഇവിടെയാണ് ഈ പേന ഇരുന്നതെന്ന് വെക്കുക. ഈ പേനയെ ഒരാൾ ഇവിടെ നിന്നും 2 മീറ്റർ മാറ്റി വെച്ചു എന്ന് നിങ്ങളുടെ പറയാം. ഓക്കെ. നിങ്ങൾ ഇത് കാണുന്നില്ല. ഇത് കാണുന്നില്ല. അപ്പോ ഒരാൾ നിങ്ങളുടെ അടുത്ത് പറയാണ് എന്താണ്? ഈ പേനയെ ഇവിടെ നിന്നും 2 മീറ്റർ ദൂരത്തേക്ക് മാറ്റി വെച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് കാണാതെ പറയാൻ പറ്റുമോ ഈ ബോഡിയെ 2 മീറ്റർ മാറ്റി വെച്ചു, അത് ഈ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും വലത്തേക്കാണോ മാറ്റി വെച്ചത് അതോ ഇടത്തേക്കാണോ മാറ്റി വെച്ചത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. 2 പോസിബിലിറ്റീസ് ആണ്. 0-ൽ നിന്ന് ഒന്നുകിൽ ഞാൻ വലത്തേക്ക് 2 മീറ്റർ മാറ്റി വെച്ചു, അല്ലെങ്കിൽ 0-ൽ നിന്ന് ഞാൻ ഇടത്തേക്ക് 2 മീറ്റർ മാറ്റി വെച്ചു ആണല്ലോ. അപ്പോ ഡിസ്പ്ലേസ് ചെയ്യുന്നതിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ മാറ്റി വെച്ചു, അളവുണ്ട്. അതിന്റെ കൂടെ എന്തും കൂടി ഉണ്ട്, ഡയറക്ഷൻ. അതായത് എങ്ങോട്ട് മാറ്റി വെച്ചു എന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ട്. നിങ്ങൾക്കിപ്പോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്ങോട്ട് മാറ്റി വെച്ചെന്നും കൂടി പറഞ്ഞില്ലെങ്കിൽ അതിനൊരു അർത്ഥമില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോ ഡിസ്പ്ലേസ്മെന്റിനെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ ക്വാണ്ടിറ്റി. ആ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്ത് ക്വാണ്ടിറ്റി? വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ദാറ്റ് ഈസ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കോൾഡ് എന്ത് ക്വാണ്ടിറ്റീസ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫോഴ്സ്, നമ്മുടെ ബലം പ്രയോഗിക്കുക എന്ന് പറയുന്നു. ഓക്കെ, എനിക്കിത് ഈ ഇരിക്കുന്ന പേനെ എനിക്ക് മുമ്പോട്ട് നീക്കണം, ഇതാണ് എന്റെ ആവശ്യം. അപ്പൊ ഞാൻ ഒരാളടുത്ത് വന്നിട്ട് പറയണം ഇത് മുമ്പോട്ട് നീക്കിത്താന്ന് പറയാം. ഇത് മുന്നിലേക്ക് നീക്കാൻ പറഞ്ഞാൽ ഏതൊരു ബുദ്ധിയുള്ള ആളിന് മനസ്സിലാവും ഇതിന്റെ പിന്നിൽ നിന്ന് കുത്തിയാലേ ഇത് മുന്നിലേക്ക് പോകുള്ളൂ. അതായത് നമ്മളെല്ലാം കട്ടപ്പയായി മാറണം, അതായത് പിന്നിൽ നിന്ന് കുത്തണം, അപ്പൊ മുന്നിലേക്ക് പോകും. അതേസമയം ഒരു ബുദ്ധിയില്ലാത്ത ഒരാൾ വന്നിട്ട് ചെയ്യാണ്, മുന്നിലേക്ക് നീക്കാനാണ് ഞാൻ പറഞ്ഞത്. അയാൾ വന്നിട്ട് ഇങ്ങനെ തള്ളുക, ഫോഴ്സ് കൊടുക്കാനേ ഞാൻ പറഞ്ഞോളൂ. അയാൾ വന്ന് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുകയാണ്, ഇത് മുന്നിലേക്ക് പോകും? ഒരിക്കലും പോകില്ല. ഇങ്ങനെ ഫോഴ്സ് കൊടുത്താൽ ഇത് മുന്നിലേക്ക് പോകില്ല. പക്ഷെ അയാൾ ഫോഴ്സ് കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഫോഴ്സ് കൊടുക്കുകയും ചെയ്തു. അപ്പോ ആരുടെ ഭാഗത്താണ് തെറ്റ്? ഞാൻ അയാളുടെ പറഞ്ഞു ബലം പ്രയോഗിക്കുക എന്ന് മാത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ വന്ന് ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും എന്റെ ആവശ്യം മുന്നിലേക്ക് നീക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാനത് സ്പെസിഫൈ ചെയ്ത് പറയണം, എനിക്ക് നിങ്ങൾ ഒരു 10 ന്യൂട്ടൺ ബലം നിങ്ങളിവിടെ പ്രയോഗിക്കൂ, പക്ഷെ പ്രയോഗിക്കേണ്ടത് എങ്ങോട്ടാണ്? എക്സ് ഡയറക്ഷനിലാണ്. എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ പറയണം എക്സ് ഡയറക്ഷൻ വലത്തേക്കാണോ അതോ ഇടത്തേക്കാണോ? കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. നമുക്കറിയാം ആക്സിസിൽ വലത്തേക്കുള്ള വാല്യൂസിനെ നമ്മൾ എന്തെന്ന് കൊടുക്കുന്നു? പോസിറ്റീവ് വാല്യൂസ്. ഇടത്തേക്കുള്ള വാല്യൂസിനെ നമ്മൾ എന്തെന്ന് കൊടുക്കുന്നു? നെഗറ്റീവ് വാല്യൂസ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു ഡയറക്ഷൻ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എക്സ് ആക്സിസിൽ വലത്തേക്കാണോ ഇടത്തേക്കാണോ വാല്യൂ സെയിം ആണ്. മനസ്സിലായോ? നേരത്തെ ഞാൻ പറഞ്ഞത് 2 മീറ്റർ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ വലത്തോട്ട് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഇടത്തോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് ജസ്റ്റ് അവന് സൂചിപ്പിക്കുന്നത് എന്താണ്? ഏത് ഡയറക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ -2 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇടത്തേക്ക് 2 മീറ്റർ മാറ്റി. +2 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വലത്തേക്ക് 2 മീറ്റർ മാറ്റി. അത്രേ ഉള്ളൂ. ആ 2 മീറ്റർ എന്ന് പറയുന്നത് സെയിം തന്നെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ വന്ന ആളുടെ അടുത്ത് ഞാൻ പറയണം നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യൂ പ്ലസ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞാൽ 10 ന്യൂട്ടൺ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അയാൾ കറക്റ്റ് ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് മുന്നോട്ട് തള്ളിത്തരും. അതേസമയം ഞാൻ പറയാം എനിക്ക് പുറകോട്ടായിരുന്നു ആവശ്യം, എങ്കിൽ ഞാൻ എന്തെന്ന് പറയണം? നിങ്ങളൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കൊടുക്കൂ, ഇത് മൈനസ് ഡയറക്ഷനിൽ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ഇവിടെ വരെ വന്നിട്ട് അയാൾ ഇപ്പുറത്ത് വരും, അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിപ്പോകും. അപ്പൊ ഇത് ഇങ്ങോട്ട് പോകും. ദാറ്റ് മീൻസ് ഫോഴ്സ് എന്ന് പറയുന്നതും ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതിന്റെ കൂടെ എന്തും കൂടിയുണ്ട്? ഒരു ഡയറക്ഷനും കൂടിയുള്ള ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡ് വിത്ത് ഡയറക്ഷൻ പറഞ്ഞാലേ ഫോഴ്സിന് ഒരു അർത്ഥം. അപ്പൊ അതേപോലെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് എന്ത് ക്വാണ്ടിറ്റീസ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ക്ലിയർ? അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നേരത്തെ ഞാൻ സ്കെയിലാർ ക്വാണ്ടിറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റിലേക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി മീൻസ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണോ? ഒരിക്കലുമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഡയറക്ഷനെ കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലത് സൈഡിലേക്ക് പോയാൽ പോസിറ്റീവ് ആയിരിക്കും, ഇടത് സൈഡിലേക്ക് പോയാൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ല. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ഒരു വസ്തു ഇരിക്കുകയായിരുന്നു വിചാരിക്കാം. ഓക്കെ,
ഇതിനെ ഞാൻ എടുത്തു അപ്പുറത്തേക്ക് മാറ്റി 2 മീറ്ററിൽ കൊണ്ടുവന്ന് വെച്ചു. ക്ലിയർ? പോസിറ്റീവ് ഡയറക്ഷനിലാണ് വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന് ഞാൻ O എന്ന് കൊടുത്തിട്ടുണ്ട്, ഈ പോയിന്റിന് ഞാൻ M എന്ന് കൊടുക്കുന്നു. OM എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും 2 മീറ്റർ. അതിനൊരു സൈന് കൂടെ നമ്മൾ കൊടുക്കണം, പ്ലസ് 2 മീറ്റർ. ഒരാൾ ചോദിക്കുകയാണ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെന്ന് പറയും? OM = പ്ലസ് 2 മീറ്റർ. ഇനി പ്ലസ് എന്നുള്ള സൈൻ നമ്മൾ സാധാരണ കൊടുക്കാറില്ല. അതിന്റെ അർത്ഥം ഒരു വാല്യൂവിന് പ്ലസ് എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഡിഫോൾട്ട് പ്ലസ് ആണ്. അതായത് 2 മീറ്റർ എന്ന് എഴുതിയാൽ മതി. ഇപ്പൊ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ മൈനസ് ആണോ എന്ന് ഒരു ഡൗട്ട് ഇല്ല എന്നർത്ഥം, അത് പ്ലസ് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ വരെ മാറ്റി. ഇനി എമ്മിൽ നിന്നും ഈ ബോഡിയെ ഞാൻ എടുത്ത് ഇപ്പൊ എവിടെ കൊണ്ടുവന്ന് വെച്ചു? 0-ലേക്ക്. അതായത് MO എന്ന് പറയുന്നത് എമ്മിൽ നിന്നും ഇടത്തേക്ക് പോയി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയുടെ? ഓയിൽ നിന്ന് എമ്മിലേക്ക് പോയത് പ്ലസ് 2 മീറ്റർ നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ എമ്മിൽ നിന്ന് ഓയിലേക്ക് പോകുന്നത് അതേ ഡയറക്ഷനിലാണോ പോയത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ MO എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? -2 മീറ്റർ. ക്ലിയർ? OM MO കൂടെ നമുക്ക് കൂട്ടി നോക്കാം. അതായത് OM-ലോട്ട് പോയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. MO-യിലേക്ക് തിരിച്ചു വന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ -2 മീറ്റർ ആണ്. OM MO കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എന്ന് കിട്ടും? 0. ഇതൊരു ഡിസ്റ്റൻസ് അല്ലേ OM MO? 0 മീറ്റർ. അതായത് എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തിയത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വാല്യൂ നേരത്തെ ഞാൻ പറഞ്ഞു പോസിറ്റീവ് ആവാം, അതേപോലെ എന്താവാം? നെഗറ്റീവ് ആകാം. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്തും ആവാം? 0 ആവാം. മനസ്സിലായോ? ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, നേരത്തെ പോലെ ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു നിമിഷം കണ്ണടയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഞാൻ മുന്നിലേക്ക് പോയി, വീണ്ടും അതേപടി തിരിച്ചു വന്നു. ഇപ്പോഴാണ് നിങ്ങൾ കണ്ണ് തുറന്നത്. ഞാനാകുന്ന വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആ കണ്ണ് തുറന്നു നോക്കുമ്പോൾ നേരത്തെ നിന്ന സ്ഥലത്ത് തന്നെ ഞാൻ നിൽക്കുന്നുണ്ട്. കുമ്പിടിയല്ലേ, അതേ സ്ഥലത്ത് തന്നെ വീണ്ടും നിൽക്കുന്നുണ്ട്. അതായത് അങ്ങോട്ട് പോയിട്ട് അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അത് നിങ്ങൾ കണ്ടിട്ടില്ല. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ്, ഞാനാകുന്ന വസ്തുവിനൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞാൻ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അതായത് എന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0. മുന്നിലേക്ക് പോയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് +2 മീറ്റർ ആണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ -2 വന്നു. അതേ സ്ഥലത്തെത്തിയപ്പോൾ എന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 0. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. ഡെഫിനിഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് എ ബോഡി. Shortest distance between initial and final positions of a body is called displacement. അതായത് ഓയിൽ നിന്നൊരു ബോഡി എമ്മിൽ പോയി, എമ്മിൽ നിന്ന് തിരിച്ച് ഓയിൽ തന്നെ വന്നുവെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും ചെറിയ ദൂരം ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ്. ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ O ആയിരുന്നു, ഫൈനൽ പൊസിഷനും O തന്നെ. ഇനിഷ്യലും ഫൈനൽ, ഓയിൽ നിന്നും ഓയിൽ തന്നെ തിരിച്ചെത്തി. അത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. ബോഡി ഇവിടെ നിൽക്കുകയായിരുന്നു, ഓയില് ഇവിടെ നിന്ന് ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിൽ പോയി. ഓക്കെ, 0-ൽ നിന്നും 5 മീറ്റർ ദൂരത്തേക്ക് പോയി. നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര നോക്കാം, ഡിസ്പ്ലേസ്മെന്റ് എത്ര നോക്കാം. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്തായിരിക്കും? 0-ൽ നിന്നും 5 മീറ്റർ പോയി. ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? 5 മീറ്റർ. ഒരു സംശയമില്ല, 5 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0-ൽ നിൽക്കുകയായിരുന്നു, 5-ലേക്ക് പോയി. വലത് സൈഡിലേക്കാണ് പോയിരിക്കുന്നത്, പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെ? 5 മീറ്റർ. വല്ല ഡൗട്ടും ഉണ്ടോ? ഇല്ല. ഇനി ഈ 5 മീറ്ററിൽ പോയ സാധനം തിരിച്ച് ഒരു 2 മീറ്റർ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു 2 മീറ്റർ സഞ്ചരിച്ച് ഈ ഒരു പോയിന്റിലെത്തി. 5 മീറ്റർ മുമ്പോട്ട് പോയിട്ട് 2 മീറ്റർ സഞ്ചരിച്ച് പിറകിലേക്ക് വന്നു, ഇവിടെ നിൽക്കുകയാണ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് അല്ലേ നമ്മൾ പറഞ്ഞു. എത്ര ദൂരം സഞ്ചരിച്ചാലും അത് കൂട്ടിയേ പറ്റൂ. അപ്പൊ ആദ്യം സഞ്ചരിച്ച ദൂരം എത്ര? 5 മീറ്റർ.
പിന്നെ എത്ര കൂടെ സഞ്ചരിച്ചു? 2 മീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 7 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റോ? ഇവിടെയാണ് ഡിസ്പ്ലേസ്മെന്റിൽ വ്യത്യാസം വരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് 7 മീറ്റർ നമ്മൾ എഴുതൂ ഇല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് എ ബോഡി. ഇനിഷ്യൽ പൊസിഷൻ O ആയിരുന്നു, ഫൈനൽ പൊസിഷൻ ഈ 2 മീറ്റർ പുറകിൽ. ഇത് ഇത്രയും 5 മീറ്റർ, അവിടെ നിന്ന് 2 മീറ്റർ തിരിച്ചു വന്നു. അതിന്റെ അർത്ഥം ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്ര മീറ്റർ ആയിരിക്കും? 3 മീറ്റർ. കറക്റ്റ് ആണോ? ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിൽ ഇപ്പൊ എത്ര ദൂരമുണ്ട്? 3 മീറ്റർ. അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എത്ര എഴുതും? 3 മീറ്റർ. അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ നിങ്ങൾ പറയാണ് ഡിസ്പ്ലേസ്മെന്റ് 3 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി എവിടെയാണ് ഇരുന്നത്? അവിടെ നിന്നൊരു 3 മീറ്റർ ദൂരത്ത് കൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ അവിടെയാണ് ആ വസ്തു നിൽക്കുന്നത്. പക്ഷെ ആ വസ്തു ട്രാവൽ ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് 3 ആണ്. തീർന്നിട്ടില്ല. തിരിച്ച് എഗെയിൻ ആ ബോഡി 3 മീറ്റർ സഞ്ചരിക്കുകയാണെന്ന് വിചാരിച്ചോ. എഗെയിൻ ആ ബോഡി 3 മീറ്റർ കൂടി സഞ്ചരിക്കുന്നു പുറകിലേക്ക്. എഗെയിൻ ഒരു 3 മീറ്റർ കൂടി സഞ്ചരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? ടോട്ടൽ അങ്ങോട്ട് 5 സഞ്ചരിച്ചു, ഇപ്പം 2 ആദ്യം പോയി, വീണ്ടും 3 പോയി. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 10 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഓയിൽ നിന്ന് പോയി തിരിച്ചിപ്പോ എവിടെ എത്തി? ഓയിൽ എത്തി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? 0. ക്ലിയർ? തീർന്നിട്ടില്ല. ബോഡി ഇനിയും ഇവിടെ വരെ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇനിയും കുറച്ചുകൂടി പിറകിലോട്ട് പോകാനുണ്ടായിരുന്നു വേറൊരു സ്ഥലത്തൂടെ. ഇവിടെ നിന്ന് ഈ ബോഡി വീണ്ടും പോവാണ് ഒരു 5 മീറ്റർ ദൂരം കൂടി. ഇപ്പൊ ഇതാണ് ഇതിന്റെ പൊസിഷൻ. ഓക്കെ, ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇപ്പൊ ഓൾറെഡി 10 മീറ്റർ സഞ്ചരിച്ചിട്ട് നിൽക്കുകയാണ്. അതിന്റെ കൂടെ 5 മീറ്റർ കൂടെ പിന്നെയും പോയി. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 15 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് ദ ബോഡി. ഇനിഷ്യൽ പൊസിഷൻ ഇതായിരുന്നു. ഇപ്പൊ ആ ബോഡി എവിടെയാണ് നിൽക്കുന്നത്? അതേ ആക്സിസിന്റെ പുറകിലേക്ക്. അതായത് ഇപ്പൊ ഏത് ഡയറക്ഷനിലാണ്? നെഗറ്റീവ് ഡയറക്ഷൻ. നെഗറ്റീവ് ഡയറക്ഷനിൽ എത്ര മീറ്റർ? 5 മീറ്റർ. അപ്പൊ നമ്മൾ എഴുതും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ? -5 മീറ്റർ. അതിന്റെ അർത്ഥം ബോഡി എവിടെയാണോ നിന്നത് അവിടെ നിന്നും നെഗറ്റീവ് ഡയറക്ഷനിൽ 5 മീറ്ററിലാണ് ഇപ്പൊ ആ ബോഡി നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോ ദ കൺസെപ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ പറയുന്ന പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് പോസിറ്റീവ് ആണ്, അത് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ആകാം, അതിന് നെഗറ്റീവ് ആകാം, അതിന് 0 ആവാം. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനമാറ്റം, അത് എങ്ങോട്ടുണ്ടായി എന്ന് നമ്മൾ കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ട്രാവലും സെയിം ആകണം എന്നില്ല, അത് തമ്മിൽ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ക്ലിയർ? ഓക്കെ, അടുത്തൊരു ടോപ്പിക് കൂടെ പഠിക്കാം. അതിന് മുമ്പായിട്ട് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ്. അത് ദൂരം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ത് തന്നെ? നേരത്തെ പറഞ്ഞ പോലെ സെന്റിമീറ്റർ ആവാം, മീറ്റർ ആവാം, ജനറലി എന്തുവാം? കിലോമീറ്റർ ആവാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പുതിയൊരു ടേമാണ്, ദാറ്റ് ഈസ് സ്പീഡ്. എന്താണ് സ്പീഡ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്പീഡ് എന്താണ്? ഇപ്പൊ സ്പീഡ് നമുക്കറിയാം, നമുക്ക് എപ്പോഴും നമുക്ക് പലർക്കും എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. മറ്റൊരാളുടെ കൂടെ എത്താൻ കഴിയുന്നില്ല. അതിപ്പോ നമുക്ക് നടത്തത്തിലായാലും പഠിത്തത്തിലായാലും വേറെ എന്തെങ്കിലും എന്താണ് ആഹാരം കഴിക്കുന്ന രീതിയിലായാലും നമ്മൾ പറയുന്നതാണ് ഇയാളെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, ഇയാൾ സ്പീഡാണ്. ട്രാവൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ മെയിനായിട്ടും ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു ബോഡി മോഷനിലാകുമ്പോൾ നമ്മൾ പറയും ഭയങ്കര സ്പീഡാണ്. അല്ല, നമ്മൾ സാധാരണ സ്കൂളിൽ നമ്മളെ കൂട്ടുകാരൻ്റെ അവിടെ നടക്കാൻ ഇറങ്ങിയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇയാൾ നടന്നങ്ങ് പോവും, നമുക്ക് അയാളെ കൂടെ എത്താനേ പറ്റത്തില്ല. നമ്മൾ എത്ര നടന്നാലും എത്തും. അപ്പൊ നമ്മൾ പറയും ഇതിന് എന്ത് സ്പീഡാണ്. അപ്പൊ എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? എന്തിനാണ് അവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത്? സ്പീഡ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ എത്ര കുറഞ്ഞ ടൈം കൊണ്ട് ഇത്ര ദൂരം കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മൾ ഈസ് ഇൻ ഹൈ സ്പീഡ്. അതായത് നമ്മളിപ്പോ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയാണ്, ഇനി ബെല്ലടിക്കാൻ 10 മിനിറ്റ് സമയം കൂടി ബാക്കിയുള്ളൂ. ഉടനെ നമ്മൾ പറയും നമുക്ക് സ്പീഡിൽ നടക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ടൈം കുറച്ചിട്ട് ദൂരം മാക്സിമം കവർ ചെയ്യുക. അതിനു വേണ്ടിയിട്ടല്ലേ സ്പീഡ് കൂട്ടുന്നത്. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം.
സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. അതായത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതിനെടുത്ത ടൈം എത്ര, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും സ്പീഡ് എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? അപ്പൊ ടൈം എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം എന്ത് കൂടും? സ്പീഡ് കൂടും. കറക്റ്റാണോ? ടൈം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ നോർമലി ഒരു വ്യക്തി 10 മിനിറ്റ് എടുക്കുന്നു, വേറൊരാള് ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തിയാൽ ആരായിരിക്കും വേഗം എത്തുന്നത്? 5 മിനിറ്റ് കൊണ്ടായത്. അപ്പൊ നമുക്ക് പറയാം അയാളുടെ സ്പീഡ് ഭയങ്കര കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം, അല്ലെങ്കിൽ ഇതിനെ വേറെ ഇതിലും പറയാറുണ്ട് റേറ്റ് ഓഫ് ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ, ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നും പറയാറുണ്ട് ഡെഫിനേഷൻ ആയിട്ട്. ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം, ഇങ്ങനെയും പറയാറുണ്ട്. അതാണ് എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡിന് ഒരു യൂണിറ്റ് നമുക്ക് കൊടുക്കാം. സ്പീഡിന്റെ യൂണിറ്റ് ഇവിടെ നോക്കട്ടെ. ഡിസ്റ്റൻസ് ട്രാവലിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. സെക്കൻഡ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ട്രാവലിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പീഡിന്റെ ജനറൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഇനി മീറ്റർ പെർ സെക്കൻഡ് മാത്രമല്ല നമ്മൾ സ്പീഡിന് ഉപയോഗിക്കുന്ന യൂണിറ്റ്. അതായത് ഇപ്പൊ നമ്മൾ എന്താണ് ഇത്ര കിലോമീറ്റർ, നമ്മൾ സാധാരണ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീറ്റർ എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തോട് നമ്മൾ പറയും 30 കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിച്ചു. അതിനെടുക്കുന്ന ടൈം നമ്മൾ പറയുന്ന മിനിറ്റിലാണോ? നമ്മൾ ടൈം അവർ ആയിരിക്കും നോക്കുന്നത് മിക്കവാറും. ഇപ്പോൾ 1 മണിക്കൂർ എടുത്ത് അവിടെ എത്താൻ എന്ന് പറയും. അതായത് നമ്മൾ കൊടുക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്ററിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് കിലോമീറ്റർ ആയിരിക്കും, സെക്കൻഡിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ആയിരിക്കും അവർ. ഇപ്പൊ വേറൊരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോമീറ്റർ പെർ അവർ. അപ്പോ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ പെർ സെക്കൻഡ്, 2 എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവർ. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ്. ഇനി നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് മാത്രം തരണം എന്നൊന്നുമില്ല. ചിലപ്പോൾ കിലോമീറ്ററിന് പകരം നിങ്ങൾക്ക് മീറ്റർ തന്നേക്കാം, അവറിന് പകരം ചിലപ്പോൾ തരുന്നത് എന്തായിരിക്കും? മിനിറ്റ് ആയിരിക്കും. മിനിറ്റിലും പറയാം. ഓക്കെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ്? ചിലപ്പോൾ കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നാക്കാം യൂണിറ്റ്. ഈ പറഞ്ഞ ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. ഡിസ്റ്റൻസിന്റെ യൂണിറ്റുകൾ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കാം, അതേപോലെ ടൈമിന്റെ യൂണിറ്റുകൾ മാറിക്കൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ. സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? ടൈം റേറ്റ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇനി സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, ഇറ്റ് ഈസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. എപ്പോഴും പോസിറ്റീവ് ആണ്, സ്കെയിലാർ ആണ്. മാഗ്നിറ്റ്യൂഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ, ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതേപോലെ ടൈം എന്ന് പറഞ്ഞാൽ ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുമോ? ഒരിക്കലും ഇല്ല. ടൈം കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മരണത്തിലേക്കുള്ള ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടൈം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ടൈം പോസിറ്റീവ് ആണ്, എപ്പോഴും ടൈം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് നഷ്ടപ്പെട്ട ആ 1 സെക്കൻഡ് ഇനി തിരിച്ചു കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഡിസ്റ്റൻസ് ട്രാവൽ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ടൈം ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എന്ന് പറയുന്ന സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? ഇവിടെ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. പറഞ്ഞൂടെ? കാരണം മാഗ്നിറ്റ്യൂഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നർത്ഥം. ഓക്കെ.